അപ്പൊ ബാക്കി അങ്ങനെ ഡാർക്ക് റൂമിന്റെ നിഗൂഢതകൾ കണ്ടുപിടിച്ച അയാളുടെ നിഗുണ്ടങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളാരാ CID-കളാ. എന്താ പറഞ്ഞേ? നമ്മളാരാ CID? നമ്മൾ നേരെ പോയത് ഹോക്കിൻസിന്റെ സ്ട്രേഞ്ചർ തിങ്സ് റൂമിലേക്കാണ്. മറ്റോടത്ത് ഫുൾ ഇട്ടാണ്, ഇവിടെ ഫുള്ള് ലേറ്റ് ആയിരുന്നു. ആ റൂം കയറിയപ്പോ തന്നെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ആംബിയൻസ് ഫീൽ ചെയ്തു. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പിന്നെ ഓരോ സീസണിന്റെയും ഫോട്ടോസ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സ്ട്രേഞ്ചർ തിങ്സ് റൂം. പിന്നെ ഈ കാണുന്നത് മായാവിന്റെ മാന്ത്രികത ഉണ്ടല്ല, വേറെ എന്തോ സാധനമാണെന്ന് എനിക്കും അറിയാം. പിന്നെ അവിടെ ഒരു പെൺകുട്ടീനെ കാണാനൊക്കെ നോട്ടീസ് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് പിടിച്ചു കൊടുക്കണേ. അങ്ങനെ അതും കണ്ടു. ഇനി കുറച്ച് ഗെയിമുകളും പരിപാടികളൊക്കെ ഉണ്ട്, നമുക്ക് അത് കാണാൻ പോവാം. ദർ ആർ സോ മെനി ഗെയിംസ്. ഹൈക്കു റൈറ്റിംഗ് ഉണ്ട്, സ്റ്റോറി റൈറ്റിംഗ് ഉണ്ട്. നമ്മൾ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. നീ ചിന്തിക്കേ, നീ സമാധാനമായി ചിന്തിച്ച നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റും. നീ ചിന്തിച്ചാ നിന്നെ കൊണ്ട് പറ്റുവടാ. നീ മരണമാസാടാ. പിന്നെ നമ്മൾ നേരെ മാത്സൊക്കെ പോയി. എന്തോരം ഇക്വേഷൻസാ മാത്സിലേ. ഒരു മിനിറ്റ് ബ്രെയിനിൽ എന്തൊക്കെയോ മിന്നി മറിഞ്ഞു പോയി. പിന്നെ ഇത് നമ്മുടെ കോളേജിന്റെ മോഡൽ ഉണ്ടാക്കിയതാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? അപ്പൊ ഇനിയും കുറെ പറയാണ്ട്, പക്ഷെ ഇന്ന് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി.